അവകാശങ്ങൾ അവരെടുത്ത് അധികാരത്തിൽ അതിനെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിയെ മുസ്ലിം വിരുദ്ധനായി കണ്ടുകൊണ്ട് ആ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചുകൊണ്ട് നമ്മളെല്ലാം അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിൽ കയറി അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം 16 എയ്ഡഡ് കോളേജുകളാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. ഈഴവ സമുദായത്തിന് ഒരു കുടിപ്പള്ളിക്കൂടം പോലും ഇല്ലാത്ത സ്ഥിതിയിൽ ആ കാര്യങ്ങളൊക്കെ ജനറൽ സെക്രട്ടറി പറഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിം വിരുദ്ധനായി ഇന്ന് പരക്കെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെയുള്ള ജനസംഖ്യാപരമായി നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത് തുറങ്കലിലടക്കണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുറങ്കലിലടക്കേണ്ടത് ആരെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെയൊക്കെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് അതേപോലെ തന്നെ വർഗീയമായ ചിന്താഗതി വെച്ചുകൊണ്ട് എല്ലാ രീതിയിലും ചൂഷണം ചെയ്തുകൊണ്ട് വലത് രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ടോടുകൂടി എന്തും ചെയ്യാവുന്ന ഒരു താല്പര്യത്തോടു കൂടിയാണ് ഈ ഭരണവും പ്രതിപക്ഷ കക്ഷികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരിടേണ്ട ബാധ്യത നമ്മളുടെയും വളർന്നു വരുന്ന 100ാം വാർഷികമായിട്ടുള്ള 24-25 കാലഘട്ടങ്ങളിൽ ചരിത്രപരമായ ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ള SNDP യോഗത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ശ്രീനാരായണീയൻ്റെ കഴുത്തിൽ, ഏതെങ്കിലും ഒരു ഈഴവൻ്റെ കഴുത്തിൽ ജീവനുള്ളിടത്തോളം കാലം, ആ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾക്ക് ഒരു ചുക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ, ധൈര്യമുണ്ടെങ്കിൽ യൂത്ത് ലീഗ് ഇറങ്ങി വരട്ടെ, നമുക്ക് നോക്കാം. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട, വാര്യംകുന്നിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സമുദായമാണ് ഇവിടെ നിന്ന് പറയുന്നത്. കാര്യം ശരി, നമുക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. മലപ്പുറത്തെ ഈഴവ സമുദായത്തിന്, തീയ സമുദായത്തിന് ആകെ കിട്ടുന്ന തൊഴിലുറപ്പ് മാത്രമാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള അന്തരീക്ഷത്തിലാണ് ഇവർ ജീവിക്കുന്നത്. നേരിട്ട് കണ്ട കാഴ്ചകളാണ് ഞാനിവിടെ പറയുന്നത്. 126 എയ്ഡഡ് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഈ മാറി വന്ന സർക്കാർ മുസ്ലിം ലീഗിന് അനുവദിച്ചു കൊടുത്തപ്പോൾ ഒരു ചെറിയ സ്കൂള് നമ്മുടെ കുട്ടികൾ അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ നമുക്ക് തന്നോ? 25% ഇല്ലേ? മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 54% മുസ്ലിങ്ങളും ബാക്കി 46% ഹിന്ദുക്കളും താമസിക്കുന്ന, മുസ്ലിങ്ങളും ചേട്ടന്മാരും താമസിക്കുന്ന സ്ഥലം, അതായത് ക്രിസ്ത്യാനി, ഹിന്ദു എല്ലാവരും താമസിക്കുന്ന സ്ഥലം. അവിടെ മുസ്ലിമിന് അങ്ങനെ തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഒരാൾക്കും നമ്മൾ തീരെഴുതി കൊടുത്തിട്ടില്ല, തീരെഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുനമ്പം പോലുള്ള സമരങ്ങളിൽ വഖഫ് ബോർഡ് എടുത്ത തീരുമാനങ്ങൾ മറികടക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ തീർച്ചയായിട്ടും മറികടക്കും. ജനറൽ സെക്രട്ടറിക്കെതിരെ വരുന്ന ഏതൊരാക്രമണത്തെയും ചെറുക്കുവാൻ ഇവിടുത്തെ ഈഴവ സമൂഹം തയ്യാറാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുന്നു. പറഞ്ഞപ്പോൾ പ്രതികരിക്കാതിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ കുതിര കയറാൻ വന്നാൽ SNDP യോഗത്തിൻ്റെ കരുത്തന്മാരായ സമരഭടന്മാർ അവരെ തക്കതായ താക്കീത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മലപ്പുറത്തിനെ ഒരു മുസ്ലിം രാജ്യമായി കണക്കാക്കി കൊണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും അതിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി എടുക്കുന്ന ഏത് കർമ്മപരിപാടികളിലും പറവൂർ SNDP യൂണിയൻ മുന്നിൽ നിന്ന് നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന് ന്യൂനപക്ഷങ്ങൾക്കുള്ള കൺവീനറും ചെയർമാനും 2 ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ്. ആ 2 ന്യൂനപക്ഷങ്ങൾക്കുള്ള ചെയർമാൻ മുസ്ലിം ലീഗിനും മുസ്ലിമിനും ഏതാണ്ട് കൺവീനർ ക്രിസ്ത്യാനിക്കുമാണ്. അത് നമ്മളാരും അറിയാതെ അത് ജലീൽ നിയമസഭയിൽ അത് പാസ്സാക്കിയിട്ട് ക്രിസ്ത്യൻ സമുദായത്തിനുള്ള കൺവീനർ സ്ഥാനം ഒറ്റക്കെട്ടാക്കി പാസ്സാക്കിക്കൊണ്ട് മുസ്ലിമിനക്ക് തന്നെ ഈ 2 സ്ഥാനവും കിട്ടി നിയമസഭ പാസ്സാക്കിയ ചരിത്രമാണ് നമ്മുടെ നിയമസഭയിലുള്ളത്.
ഈ സത്യത്തിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് ജനകീയമായിട്ടുള്ളത്. മതേതരത്വത്തിനോടൊപ്പം നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇവിടെ സാമൂഹ്യ നീതിയാണ് നടപ്പിലാക്കേണ്ടത്. ആ സാമൂഹ്യ നീതി എല്ലാവർക്കും ഒരുമിച്ച് വീതിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ കുതിര കയറി വന്നു കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു കോലം കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഈ തങ്ങളുടെ കോലം കേരളത്തിൽ മുഴുവനും കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ പങ്കെടുത്ത എല്ലാവർക്കും